നമസ്കാരം പ്രിയമിത്രങ്ങളെ. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങാം. എൻ്റെ പേര് ഹരികുമാർ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലുള്ള വട്ടവിള എന്ന സ്ഥലത്താണ്. കുടുംബത്തിലെ ഏക ആൺതരിയാണ് ഞാൻ. ഇപ്പോഴെനിക്ക് 30 വയസ്സ് പ്രായമുണ്ട്. 27ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. എൻ്റെ വീടിന് കുറച്ചപ്പുറം തിരുമലയിലായിരുന്നു അവളുടെ വീട്. വീട്ടിലൊരു അനിയത്തിയും അച്ഛനും അമ്മയും. ഇതായിരുന്നു അവരുടെ കുടുംബം. അമ്മായിയപ്പൻ നല്ലൊരു കർഷകനാണ്. കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ കുറെ നെൽകൃഷിയും കപ്പയും പച്ചക്കറികളും എല്ലാം ഉണ്ട്. നേരത്തെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷമാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. അമ്മായിയമ്മയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിയുമ്പോൾ വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറിയാൽ ഒരു 44 വയസ്സ് വരും. കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കും. അത്രയ്ക്ക് ഗ്ലാമറായിരുന്നു അമ്മായിയമ്മയ്ക്ക്. പേര് രേഖ. അത്യാവശ്യം നല്ല തടിയും നല്ല വെളുത്ത ചുവന്ന നിറവുമായിരുന്നു അമ്മായിയമ്മയ്ക്ക്. കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ വലിയ കാര്യമായിരുന്നു അമ്മായിയമ്മയെ. അവർക്കും എന്നെ വലിയ സ്നേഹമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ആ ഒരു മാറ്റമൊക്കെ വരുമല്ലോ. കൊച്ചൊക്കെയായി ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചിനെ എടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ അമ്മായിയമ്മ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വഴിതെറ്റി പോകുമായിരുന്നു. അതൊക്കെ വെറും തോന്നല് മാത്രമാണെന്ന് കരുതി ഞാനങ്ങ് വിട്ടുകളയും. എങ്കിലും അമ്മായിയമ്മയുടെ ആ ലുക്ക് കാണുമ്പോൾ എനിക്ക് അവരോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അമ്മായിയമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ സെറ്റും മുണ്ടുമാണ് വേഷം. ആ വേഷത്തിൽ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നും. എന്നോടും അമ്മായിയമ്മയ്ക്ക് വലിയ കാര്യം തന്നെയായിരുന്നു. അതുമാത്രമല്ല, ഞാനും അമ്മായിയമ്മയും തമ്മിൽ സംസാരങ്ങളൊക്കെ ഒരു ലിമിറ്റിനായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട എന്താഹാരവും അമ്മായിയമ്മ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ഞാനാണെങ്കിൽ ഒരു സൈലന്റ് പ്രകൃതക്കാരനാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കമ്പനികളൊന്നും ഇല്ലായിരുന്നു. ഇനി എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തടിയും നീളവും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു കൊച്ചു സുന്ദരൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അമ്മായിയമ്മയെ കാണുമ്പോൾ ആ സൗന്ദര്യം ആസ്വദിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് വേറെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അത് ശരിയായ കാര്യമല്ലല്ലോ. മാത്രമല്ല, അമ്മായിയമ്മ അത് സാധിച്ചു തരികയില്ലെന്ന് എനിക്കറിയാം. ഒരു ദിവസം ഞാൻ ഭാര്യ വീട്ടിൽ ഉള്ളപ്പോൾ അവളുടെ കോളേജിലെ സർട്ടിഫിക്കറ്റ് വാങ്ങാനോ എന്തോ അവളും അമ്മയും കൊച്ചും കൂടി അവൾ പഠിച്ച കോളേജിലേക്ക് പോയി. അവളുടെ അനിയത്തി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ മൊബൈലിൽ ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച ശേഷം മുകളിലത്തെ നിലയിലേക്ക് പോയി. പൊതുവെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്ന ഒരാളല്ലായിരുന്നു. കുറച്ചു നേരം മുകളിലത്തെ നിലയിലൊക്കെ കറങ്ങിയിട്ട് വീണ്ടും നേരെ താഴേക്ക് വന്നു. താഴെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളും അമ്മയും എല്ലാം പോയിട്ട് തിരികെ വന്നു. ഡ്രസ്സ് മാറാൻ വേണ്ടി അമ്മ മുകളിലേക്ക് പോയി. അവളോട് ഞാൻ ചായ ഇടാൻ പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരത്തോടെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി. അങ്ങനെ 2-3 മാസം കഴിഞ്ഞു. എന്തെങ്കിലും ആവശ്യത്തിന് അവളുടെ വീട്ടിൽ പോകുമ്പോൾ അവളേക്കാൾ ആവേശം എനിക്കാണ്. എനിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അവിടെ എത്തുമ്പോൾ. അമ്മായിയമ്മയെ ഒന്ന് വളയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷേ എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഇതിനിടയിൽ രോഗി ഇച്ഛിച്ചതും പാൽ, വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന് പറയുന്നത് പോലെ എനിക്കൊരു ചാൻസ് കിട്ടി. ഒരു ദിവസം ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടാ, നമുക്ക് കുറച്ചു ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നാലോ? ഇങ്ങനെയുള്ള ചാൻസ് ഞാൻ കളയില്ലല്ലോ. അമ്മായിയമ്മയെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് തന്നെ ഒരു സുഖമല്ലേ? അതിനെന്താ, നമുക്ക് പോയി നിൽക്കാമല്ലോ, ഞാൻ പറഞ്ഞു. ഒരു 2-3 ആഴ്ച അവിടെ പോയി നിൽക്കാനായിരുന്നു പ്ലാൻ. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ചാൻസ് വീണ് കിട്ടിയത്. അമ്മായിയമ്മയ്ക്കാണെങ്കിൽ പല്ലുവേദന, 2-3 പല്ലിന് പോടുണ്ട്. അങ്ങനെ ഒരു ദന്ത ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ട് എൻ്റെ ബൈക്കിൽ പോകാമെന്ന് അമ്മായിയമ്മ തന്നെയാണ് പറഞ്ഞത്. അമ്മ ബൈക്കിൽ ഒരു സൈഡിലേക്ക് ഇരിക്കുമ്പോൾ പേടിച്ചെന്നെ ചാരിയാണ് ഇരിക്കുന്നത്. അവിടെ ചെന്ന് അമ്മായിയമ്മയുടെ ഒരു പല്ലെടുക്കേണ്ടി വന്നു. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി. ഞങ്ങൾ 2 പേരും 2 ജ്യൂസ് കുടിച്ചു. ബൈക്കിൽ കയറി തിരിച്ചു വരുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു ഇളക്കം. അമ്മയോടൊപ്പമുള്ള ഈ കറക്കം തന്നെ കാരണം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ജംഗ്ഷനിലൊക്കെ ഒന്ന് കറങ്ങിച്ചു വന്നപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു,
ഏട്ടനെ അമ്മ തിരക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്നറിയാൻ ഞാൻ നേരെ മുകളിലെ അമ്മയുടെ റൂമിലേക്ക് ചെന്നു. എന്താണമ്മേ? ഞാൻ പറയുന്നത് ആരും അറിയണ്ട. നമ്മൾക്ക് നാളെയും ഡോക്ടറുടെ അടുത്ത് പല്ലിന്റെ ചെക്കപ്പ് ഉണ്ടെന്നും പറഞ്ഞൊന്ന് പോകാം. എന്തിന്? എനിക്കൊന്നും മനസ്സിലാകാതെ ഞാൻ വായും പൊളിച്ച് അവിടെ കിടന്ന കസേരയിലിരുന്നു. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അതും പറഞ്ഞ് നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് കറങ്ങാം. എനിക്ക് നിന്റെ കൂടെ ബൈക്കിൽ കറങ്ങുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അമ്മ പറഞ്ഞു നിർത്തി. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി. പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല. പിന്നെന്താ, പോകാം. പക്ഷേ ചിലവ് അമ്മയുടെ വകയാണ്. അത് പറഞ്ഞപ്പോൾ അമ്മ കുലുങ്ങി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ശരി ശരി ഓ. നീ ഇതും പറഞ്ഞ് എൻ്റെ കൈ പൊശത്ത് പിടിച്ച് കളിയാക്കി ഒന്ന് തെള്ളി. ഇതും കൂടി ആയപ്പോൾ എനിക്ക് സന്തോഷം അടക്കാനായില്ല. ഞാൻ അമ്മായിയമ്മ അടിമുടി ഒന്ന് ഒഴിഞ്ഞു നോക്കി. അത്രയ്ക്ക് ക്ലാസ് ലുക്കിലായിരുന്നു അമ്മായിയമ്മ നിന്നത്. പിറ്റേന്ന് ഉച്ചയായി. അമ്മായിയമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം തെളിഞ്ഞു നിൽക്കുന്നത് പോലെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ ഡോക്ടറെ കാണാനെന്നും പറഞ്ഞിറങ്ങി. അമ്മയ്ക്ക് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ ഇഷ്ടമായിരുന്നുവെങ്കിൽ നേരത്തെ എന്നോട് പറയണ്ടേ? ഞാൻ ബൈക്കിലിരുന്ന് അമ്മയോട് ചോദിച്ചു. അമ്മ എന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതങ്ങനെ അങ്ങ് പറയാൻ പറ്റുകൂടാ. ഒരു കാരണവും നോക്കി ഇരുന്നതല്ലേ ഞാൻ. അമ്മ ഇനി ഒന്നും നോക്കണ്ട. നമുക്കിനി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ കറങ്ങാം. ആരും അറിയണ്ട, ഞാൻ പറഞ്ഞു. അമ്മായിയമ്മ ഒന്ന് ഇരുത്തി മൂളി. അങ്ങനെ ഞങ്ങൾ പുതിയതായി തുടങ്ങിയ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കയറി. അമ്മ കൊച്ചുകുട്ടികളെ പോലെ അവിടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും കിച്ചൺ അപ്ലയൻസസും അങ്ങനെയെല്ലാം ഓടി നടന്നു കണ്ടു. അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം പോലെയാണ് തോന്നിയത്. വലിയ സന്തോഷമായിരുന്നു ആ മുഖത്ത്. അതിന് കാരണക്കാരൻ ഞാനാണെന്ന് ഓർത്തപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്റെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. ഭയങ്കര ആവേശമായിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡിന്റെ സെക്ഷനിൽ ചെന്നു. ഷേക്കും ജ്യൂസും എല്ലാം അമ്മായിയമ്മയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയം പുള്ളിക്കാരിയുമായി എന്തൊക്കെയോ സംസാരിച്ചു. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മാളിൽ കറങ്ങാനായി ഇറങ്ങി. ഒരു ഫാൻസി കടയിൽ കയറി 1-2 സാധനങ്ങൾ വാങ്ങി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. എനിക്കെന്തിനാടാ മോനെ ഇതൊക്കെ? ആര് കാണാനാ ഈ പ്രായത്തിൽ? ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇതൊക്കെ അമ്മ ഇട്ടാൽ എന്താണ് കുഴപ്പം? അമ്മയെ കാണാൻ ഇപ്പോഴും അടിപൊളിയല്ലേ? ഇതൊക്കെ ഇടുന്നത് ബാക്കിയുള്ള ആൾക്കാരെ കാണിക്കാനല്ലല്ലോ, നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷത്തിനല്ലേ അമ്മേ. ഇത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്തൊരു ചിരി വിടർന്നു. ഞാൻ മേടിച്ച പാദസരം അമ്മയുടെ കാലിൽ അണിഞ്ഞു കൊടുത്തു. ആ സെറ്റുമുണ്ടിന് താഴെ പാദസരം കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മയുടെ മുഖം ഒന്ന് ചുവന്ന് തുടുത്തു. അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ അന്ന് മൊത്തം അവിടൊക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടൊക്കെ പോകാറുണ്ട്. എനിക്കെന്റെ അമ്മായിയമ്മയുടെ സന്തോഷമായിരുന്നു വലുത്. അവർക്ക് ഒത്തിരി സന്തോഷമായി. ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത സന്തോഷമായിരുന്നു ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തത്. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പോഴും അമ്മായിയമ്മയോടുള്ള ആഗ്രഹം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഒരു ദിവസം എന്തോ ആവശ്യത്തിന് വേണ്ടി ഭാര്യ വീട്ടിൽ ചെന്നപ്പോൾ പുറത്തെങ്ങും ആരെയും കാണാനില്ല. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അകത്തു നിന്നും അമ്മായിയമ്മയുടെ ശബ്ദം. ആരാ? കുളിക്കുവാ? ഞാനമ്മേ, ഹരിയ. ആ, നീയാണോ മോനെ? കതകിന് കുറ്റിയിട്ടിട്ടില്ലടാ, കയറിയിരിക്ക്, അമ്മ കുളിച്ചേച്ചു വരാം. ഞാൻ പതുക്കെ കതക് തുറന്ന് ഹാളിൽ കയറിയിരുന്നു. അല്പം കഴിഞ്ഞ് അമ്മായിയമ്മ കുളി കഴിഞ്ഞിറങ്ങി വന്നു. ഒരു കൈലിയും ബ്ലൗസും മാത്രമായിരുന്നു വേഷം. ആ വേഷത്തിൽ അവരെ കണ്ടപ്പോൾ തന്നെ എന്റെ ഉറങ്ങിക്കിടന്ന സിംഹം സടകുടഞ്ഞെഴുന്നേറ്റു. അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. മോനെന്താ പതിവില്ലാതെ? ഓ, ചുമ്മാ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി. അച്ഛൻ എന്തിയേ? അച്ഛൻ കൃഷിപ്പണിയില്ല, ഇനി സന്ധ്യ ആകുമ്പോൾ നോക്കിയാൽ മതി, അമ്മ പറഞ്ഞു. വാടാ, നമുക്ക് മുകളിലിരിക്കാം. ഇതും പറഞ്ഞ് അമ്മ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. ഞാനൊന്ന് പതറി നിന്നു. എന്നിട്ട് പതുക്കെ അമ്മായിയമ്മയുടെ പുറകെ ഞാനും ചെന്നു.